മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 271 എപ്പിസോഡിൽ അഗാരിക്കസ് എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഇതിൻ്റെ തലയുമായിട്ടുള്ള ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, സവിശേഷമായ തലവേദനയുടെ വകഭേദങ്ങൾ, മൂക്കും കണ്ണും ചെവിയുമൊക്കെയായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, കണ്ണിൻ്റെ വളരെ സവിശേഷമായ ചില ചലനങ്ങൾ, അതുപോലെ നിരവധി ഔഷധങ്ങളുമായിട്ടുള്ള താരതമ്യങ്ങൾ, സൾഫർ, ആഴ്സനിക്കം, അങ്ങനെ പല ഔഷധങ്ങളുമായിട്ടുള്ള താരതമ്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇറ്റ്സ് എ കോമൺ ഫീച്ചർ ഫോർ ദ ഹെഡേക്സ് of this remedy to be associated with the spinal symptoms, the curing and jerking. സുഷുമ്നാ നാഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഔഷധത്തിലെ തലയുടെ പ്രശ്നങ്ങൾ, തലവേദനകളൊക്കെ വരുന്നത്. അനിയന്ത്രിതമായ ചലനങ്ങളും വിറയലുകളും ഒക്കെ ഇതിലുണ്ട്. ഹെഡേക്സ് ഇൻ സ്പൈനൽ പേഷ്യൻസ്, പെയിൻ ആസ് ദോ ഷാർപ്പ് ഐസ് ടച്ച് ദ ഹെഡ് ഓർ ആസ് ഇഫ് ഫ്രം കോൾഡ് നീഡിൽസ്. ഐസിൻ്റെ ഒരു കൂർത്ത കട്ട സ്പർശിച്ചാലെന്ന പോലെ, അല്ല തണുത്ത സൂചികൾ തറച്ചാലെന്ന പോലെയുള്ള വേദന. ദാറ്റ് ഈസ് ജനറൽ, വി ഫൈൻഡ് ഇറ്റ് ഇൻ അതർ പാർട്സ്. കാരണം മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട്, അതുകൊണ്ട് ഇതിനൊരു പൊതുലക്ഷണമായിട്ട് എടുക്കാം. പെയിൻ ദ ഹെഡ് ആസ് ഇഫ് ഫ്രം എ നെയിൽ, തലയിൽ ഒരു ആണി തറച്ചാലെന്ന പോലുള്ള വേദന. ദർ ഈസ് സം ബ്ലീഡിങ് ഇൻ ദ മോർണിംഗ് ആൻഡ് ദ ബ്ലഡ് ഈസ് തിക്ക് ബ്ലാക്ക് ആൻഡ് വിൽ ഹാർഡ്ലി ഡ്രോപ്പ്. ഈ ബ്ലീഡിങ് എവിടെ നിന്നാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. കോൾഡ്നെസ് ഇൻ ദ ഹെഡ്, തലയിൽ തണുപ്പ്. ഇൻ ദ സ്കാൽപ്പ് ദർ ആർ ഓൾ സോർട്ട് ഓഫ് ക്യൂർ സെൻസേഷൻസ്. ക്യൂർ സെൻസേഷൻസ്, വിചിത്രമായ തോന്നലുകൾ, സങ്കീർണമായ തോന്നലുകൾ, കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തോന്നലുകൾ എല്ലാ തരത്തിലും തലയോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഐസി കോൾഡ്നെസ് ആഫ്റ്റർ ഇച്ചിങ് ഓർ സ്ക്രാച്ചിങ്, ചൊറിയ മാന്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞ് സ്പർശിച്ച പോലെയുള്ള അനുഭവം. ദാറ്റ് റൺസ് ഓൾ ത്രൂ ദ ബോഡി, ശരീരം മുഴുവൻ ഇത് ബാധകമാണ് താനും. ദർ ഇസ് ഇച്ചിങ് ഓൾദോ നോ ഇറപ്ഷൻ ഈസ് വിസിബിൾ, പുറമേക്ക് പരുക്കളൊന്നും കാണുന്നില്ലെങ്കിൽ പോലും വല്ലാത്ത ചൊറിച്ചിൽ. ക്യാൻ ലെറ്റ് ഇറ്റ് അലോൺ, അതിനെ വെറുതെ വിടാമെന്നൊക്കെ പറ്റില്ല, ചൊറിയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ആഫ്റ്റർ സ്ക്രാച്ചിങ് ദർ ഇസ് സെൻസേഷൻ ഓഫ് ഐസി കോൾഡ്നെസ് ഇൻ ദ പാർട്ട് ഓർ ആസ് ഇഫ് ദ വിൻഡ് വാസ് ബ്ലോയിങ് ഓൺ ഇറ്റ്. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചൊറിയുന്ന ഭാഗത്ത് വല്ലാതെ തണുപ്പടിച്ച പോലത്തെ അനുഭവം, വല്ലാതെ മഞ്ഞ് സ്പർശിച്ച പോലുള്ള അനുഭവം. ദ ഹെഡ് ഈസ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ ആസ് ഇൻ കോറിയ. വളരെ സവിശേഷമായൊരവസ്ഥ, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലക്ഷണം. തല എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ. ഈ കൊറിയാറ്റിക് മോഷൻ മൊത്തത്തിലുണ്ട് ഈ അഗാരിക്കസിൽ. യു വിൽ ഒബ്സർവ് ദിസ് അബൌട്ട് ദ അഗാരിക്കസ് ഐസ്. ആസ് എ പേഷ്യൻ്റ് ലുക്സ് അറ്റ് യു, there is a pendulum-like action of the eyes. They go back and forth all the time. They oscillate, though he tries his look on you. അതായത് കണ്ണൊരിടത്ത് കാഴ്ച കേന്ദ്രീകരിക്കാൻ പറ്റാത്ത തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതും വലതും മേലും കീഴും ഒക്കെ ഇത് ആടിക്കൊണ്ടിരിക്കുന്നു, ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള മോഷൻസും കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിടത്ത് ഒരു കാഴ്ച, കണ്ണിനെ ദൃഷ്ടി കേന്ദ്രീകരിക്കാൻ പറ്റില്ല. This stops only during sleep. All the motions subside during sleep. എല്ലാ ചലനങ്ങളും ഉറക്കത്തിൽ മാത്രമാണ് ശമിക്കുന്നത്, അല്ലാത്തവ ശമനമില്ല. A few other medicines have cured this eye symptoms. ഇതേ കണ്ണിൻ്റെ ഇതേ അവസ്ഥ മറ്റു ചില ഔഷധങ്ങൾ കൂടി സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിക്യൂട്ട, ആഴ്സനിക്കം, സൾഫർ, പൾസാറ്റില. ബട്ട് അഗാരിക്കസ് ഓൾസോ പ്രൊഡ്യൂസസ് ആൻഡ് ക്യൂഴ്സ് ഇറ്റ്. അഗാരിക്കസും ഈ ഒരു അവസ്ഥ പ്രൂവിങ്ങിൽ ഉണ്ടാക്കുകയും രോഗികൾ സുഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. There is every conceivable kind of deception in colors and in vision. ഇനി കാഴ്ചയുടെ കാര്യത്തിലായാലും നിറങ്ങളുടെ കാര്യത്തിലായാലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ളതാണ് എല്ലാം. ശരിയായ രീതിയിൽ കാഴ്ച കിട്ടുന്നില്ല, ശരിയായ രീതിയിൽ നിറങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കണ്ണുകൊണ്ട് കണ്ണ സ്ഥലത്തായിരിക്കുന്നില്ല ഒരു വസ്തു ഇരിക്കുന്നത്. ഫ്ലിക്കറിങ് ബിഫോർ ദ ഐസ്, കണ്ണു മുന്നിൽ മിന്നലുണ്ട്. ഹി റീഡ്സ് വിത്ത് ഡിഫിക്കൽറ്റി, പ്രയാസപ്പെട്ടാണ് വായിക്കുന്നത്. ഒബ്ജക്ട് സീംസ് ടു ബി വേർ ദേ ആർ നോട്ട്, എവിടെ അല്ലയോ അവിടെയായിരിക്കും ആ വസ്തു ഇരിക്കുന്നതെന്ന് തോന്നും, അല്ലെങ്കിൽ വസ്തു ഇരിക്കുന്നതെന്ന് തോന്നുന്ന സ്ഥലത്ത് വസ്തു ഉണ്ടാവില്ല. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു റിഫ്രാക്ഷനും
ഡിഫ്രാക്ഷനും ഒക്കെ മാറിപ്പോയെന്ന് അർത്ഥം. ബ്ലാക്ക് ഫ്ലൈസ് ബിഫോർ ദ ഐസ്, കണ്ണിന്റെ മുന്നിൽ കാഴ്ചയിൽ ദൃഷ്ടിപഥത്തിൽ കറുത്ത ചില പ്രാണികൾ പറക്കുന്ന പറയുന്നു. ബ്ലാക്ക് മോഡ്സ്, ചില കറുത്ത പൊട്ടുകൾ. സീസ് ഡബിൾ, രണ്ടായി കാണുന്നു. ഫ്ലോട്ടിംഗ് ഫ്ലൈസ് ബിഫോർ ദ ഐസ്, കണ്ണിന് മുമ്പിൽ പ്രാണികൾ ഇങ്ങനെ പൊന്തി കിടക്കുന്നു. മസ്കുലർ വീക്ക്നെസ് ഓഫ് ദ ഐസ്, കണ്ണിന്റെ പേശികൾക്ക് ദൗർബല്യം, ബലക്ഷയം. ഇറഗുലാരിറ്റി ഓഫ് ദ മോഷൻസ് ഓഫ് ദ ഐസ്, പ്യൂപ്പിൾസ് ഡിലേറ്റഡ്, പ്യൂപ്പിൾസ് കോൺട്രാക്റ്റഡ്. കണ്ണിൻ്റെ എല്ലാത്തരം പ്രയാസങ്ങളുമുണ്ട്. കൃഷ്ണമണി ചുരുങ്ങൽ, അതിൻ്റെ വികാസവും ചുരുങ്ങലും അതിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളും കാഴ്ച പ്രശ്നങ്ങളുണ്ട്. സെൻസേഷൻ ആസ് ഓഫ് എ മിസ്റ്റ് ഓർ കോബ് ബിഫോർ ദ ഐസ്, കണ്ണിന് മുമ്പിൽ ഒരു മൂടൽ മഞ്ഞ് പോലെ കാഴ്ച എന്ന് പറയില്ലേ, ഒരു അല്ലെങ്കിൽ ചിലന്തി വല പോലെ. ചിലന്തി വെച്ചാൽ വെറുതെ ഒറ്റ അടരായിട്ട് ചിലന്തി വല അല്ല, ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്ന കൂട് പോലെ നിൽക്കുന്ന ചിലന്തി വല. അതിലൂടെ കാഴ്ച അവ്യക്തമായിട്ടേ കാണുകയുള്ളൂ. സ്പാസ്മോട്ടിക് ട്വിച്ചിങ് ആൻഡ് ജേർക്കിംഗ്, ദ ജേർക്കിംഗ് ആൻഡ് ട്വിച്ചിങ് ആർ ദ മോസ്റ്റ് മാർക്ഡ് സിംറ്റംസ് ആസ് ഓൾസോ ദ കോറിക് മൂവ്മെന്റ്സ് അബൌട്ട് ദ ഐസ്. കണ്ണിൽ വലിച്ചു കോച്ചലുകൾ, വെട്ടലുകൾ, നിയന്ത്രണമില്ലാത്ത ആട്ടങ്ങൾ, ചലനങ്ങൾ എല്ലാം അവിടെയുണ്ട്. ആൻഡ് ദ ഡിസെപ്ഷൻ ഇൻ കളേഴ്സ് ആൻഡ് ഫിഗേഴ്സ് ബിഫോർ ദ ഐസ്, കണ്ണിന് മുമ്പിൽ കാണുന്ന നിറങ്ങളും രൂപങ്ങളും എല്ലാം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. റെഡ്നെസ്, ബേണിംഗ് ആൻഡ് ഇച്ചിങ് ഓഫ് ദി ഇയേഴ്സ് ആസ് ഇഫ് ദേ ഹാഡ് ബീൻ ഫ്രോസ്റ്റ് ബിറ്റൺ, ചെവികളിൽ മഞ്ഞ് കടിച്ച പോലെ അത് ചുമന്ന് പൊള്ളുന്ന ചൊറിയുന്ന അവസ്ഥ. ചെവിയിൽ മഞ്ഞ് ബാധിക്കുക എന്ന് പറയുന്നത് തണുപ്പ് സമയം, തണുപ്പ് രാജ്യങ്ങളിൽ ടൂ വീലറോ മറ്റോ ഒക്കെ തുറന്ന കാത് മൂടാതെ ടൂ വീലർ ഓടിക്കുമ്പോൾ സംഭവിക്കുന്നതാണത്. പോളണ്ടിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി, ഒരു ആർട്ടിസ്റ്റാണ്. അവർ ഒരിക്കലും ചിത്രം അയച്ചു തന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അവരൊരു ബൈക്ക് ഓടിച്ച് പോയപ്പോഴേക്കും ഹെൽമെറ്റ് വേണ്ട രീതിയിൽ അവർ ചെവി കവർ ചെയ്തിരുന്നില്ല. ചെവിയിലും പുരികങ്ങളിലും ഒക്കെ മഞ്ഞ് വന്ന് കട്ടയായൊരു ചിത്രം, ഒരു സെൽഫി എനിക്കടുത്ത് അയച്ചെന്ന് ഓർക്കുന്നുണ്ട്. സബ്സീറോ ടെമ്പറേച്ചറായിരുന്നു. അപ്പം അങ്ങനെ വന്നിട്ട് സ്നോ ബൈറ്റ് ചെവിയിലുണ്ടായെന്ന പോലെ ചുവന്ന നിറവും പൊള്ളലും ചൊറിച്ചിലും ഒക്കെ. ദ സെൻസേഷൻ ആസ് ഓഫ് ചിൽബ്ലൈൻസ്, നമ്മൾ നേരത്തെ കണ്ടു, തണുപ്പടിച്ച് ഉറഞ്ഞു പോയിട്ട് രക്തലോമികൾ, ചെറിയ രക്തക്കുഴലുകളൊക്കെ വീക്കം വരുന്ന അവസ്ഥ. ദ സെയിം സെൻസേഷൻ ആസ് ഫൗണ്ട് ത്രൂ ഔട്ട്, എല്ലായിടത്തും ആ ഒരു സെൻസേഷൻ ഉണ്ട്. ദ സെയിം ഇച്ചിങ് ആൻഡ് ടിംഗ്ലിംഗ് ആസ് ഓഫ് ദ റെമഡി ഇൻ ജനറൽ. അപ്പോൾ ആ അഗാരിക്കസ് പേഷ്യൻറ്റിൻ്റെ പൊതുവെ ഒരു ഒരു ഫിസിക്കൽ ജനറാലിറ്റിയാണ്. എല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട്. വല്ലാതെ തണുപ്പടിച്ചിട്ട് രക്തക്കൊഴുകളൊക്കെ വീക്കം വന്ന പോലുള്ളൊരു അവസ്ഥ, പൊള്ളൽ, ചൊറിയൽ, ചുവന്നറം ഒക്കെ ഉണ്ട്, സൂചി കുത്തുന്ന പോലെയൊക്കെ ഉണ്ട്. ഡൾനെസ് ഓഫ് ഹിയറിംഗ്, കേൾവി മന്ദീഭവിച്ചു. ഡെഫ്നെസ്, തീരെ കേൾക്കാതായി. ഹിയറിംഗ് അക്യൂട്ട്, ഇനി അനാവശ്യ ശബ്ദങ്ങൾ കേൾക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. ഇൻ ദ മോർണിംഗ് ഹീസ് ഡബ്, പ്രഭാതത്തിൽ തീരെ ചെവി കേൾക്കാൻ പാടില്ല. പ്രഭാതം പിന്നെ അഗ്രവേഷൻ ടൈം ആണെന്നറിയാലോ. സ്ലഗ്ഗിഷ് ആണ്, സ്റ്റുപ്പിഡ് ആണ്, ടയേർഡാണ്, എല്ലാ തരത്തിലും പ്രശ്നമുണ്ട്. ബട്ട് വെൻ ഈവനിങ് കംസ് ഹി ബ്രൈറ്റൻസ് അപ്പ്, സായനമാകുമ്പോഴേക്കും ആൾക്കൊരു ഉഷാറായി, ആളൊരു ഹ്യൂമറസ് ആവുന്നു. ബിക്കംസ് വാംഡ് അപ്പ്, ബിക്കംസ് എക്സൈറ്റഡ്. പോയറ്റിക്കൽ ആൻഡ് പ്രൊഫറ്റിക്കൽ, നമ്മൾ നേരത്തെ കണ്ടു, കവിതകൾ ചൊല്ലും, പ്രവചനങ്ങൾ നടത്തും, അതൊക്കെ സായനമാകുമ്പോഴാണ്. പ്രഭാതത്തിൽ ആകെ ഡള്ളാണ്, ചെവിയും കേൾക്കാൻ വയ്യ, കാഴ്ചയൊക്കെ നാശം. വാണ്ട്സ് ടു സിറ്റ് അപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്, എന്നിട്ട് രാത്രി വൈകിയിരിക്കണം. ഈസ് ബ്രില്യൻസ്, വാണ്ട്സ് ടു പ്ലേ ഗെയിംസ്, കളിക്കാൻ പല പല കളികൾക്ക് പോകാനും മറ്റുമൊക്കെ താല്പര്യമൊക്കെ വരുന്നത് സന്ധ്യയ്ക്കും രാത്രിയിലുമാണ്. നോസ് ബ്ലീഡ്, പ്രൊഫ്യൂസ്, ഫെറ്റഡ് ഡിസ്ചാർജ് ഫ്രം ദ നോസ്, മൂക്കിൽ നിന്നും ബ്ലീഡിങ് പല ഔഷധങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ദുർഗന്ധം ഉണ്ടാക്കുന്ന ബ്ലീഡിങ് അധികം അങ്ങനെ ഇല്ല, ചുരുക്കം വർഷങ്ങളിലേ ഉള്ളൂ. ഞാൻ ഒരിക്കലും വാടകയ്ക്ക് താമസിച്ചിരുന്നൊരു നിര വീട്ടിൽ, 2 വീടിനപ്പുറത്ത് അയാൾക്ക് താമസിക്കാമെന്നുള്ളൊരു കുടുംബം, വളരെ സാധുക്കൾ, സ്വന്തമായിട്ടൊന്നുമില്ല, കൂലിപ്പണിയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്, തുണി അലക്കാനും ഒക്കെ പോയി, തമിഴന്മാരവർ. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ വരുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അവർ തമിഴ്നാട്ടിലെ ഏതൊരു മെഡിക്കൽ കോളേജിൽ കാണിച്ചതാണ്. കേരളത്തിൽ വന്നു, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. സൈനസിൻ്റെ ഭാഗത്ത് എവിടെയൊക്കെയോ പഴുപ്പ് അണുബാധ, സ്ഥിര അണുബാധയുണ്ട്. അത് വാഷിങ്ങോ മൂക്ക് കഴുകിയോ അങ്ങനെ എന്തൊക്കെ ചെയ്തു. വീണ്ടും വരും, തൽക്കാലം ശ്രമിക്കും, വീണ്ടും വരും. അത് സർജറി ചെയ്യാതെ, അതും ഒന്നിലധികം സർജറികൾ ചെയ്യണം, വലിയ ചിലവ്. അന്ന് തന്നെ 1,00,000 രൂപ ചിലവ് വരും. 92 കിലോമീറ്ററോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ഇതൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവർ ഹോമിയോപ്പതിയെക്കുറിച്ച് കേട്ടുപോലുമില്ല. ഞാൻ അവരെ അന്ന് കളമശ്ശേരിയിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, നല്ല മിടുക്കിയായിട്ടുള്ളൊരു വനിതാ ഡോക്ടർ. അവരുടെ അടുത്ത് കൊണ്ടുപോയി അവർ കേസെടുത്തു.
അഗാരിക്കസ് ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ എന്താണെന്ന് ചോദിച്ചില്ല. എന്നാലും കുറച്ചു കാലം തുടർച്ചയായിട്ട് ചികിത്സ വേണ്ടി വന്നു. കുറേ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു, കിഡ്നി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു 2 വർഷത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഞാൻ അവിടെ താമസം മാറുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി പൂർണ്ണ സൗഖ്യമായി. ആ കേസ് സൾഫറായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ആ ഡോക്ടറുമായിട്ട് എനിക്ക് അത്രയ്ക്ക് അടുപ്പമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാനത് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അഗാരിക്കസ് വിൽ ക്യൂർ ദ മോസ്റ്റ് ഇൻവെർട്ടറേറ്റ് ക്രോണിക് കറ്റാർസ് വിത്ത് ഡ്രൈനസ് ആൻഡ് ക്രസ് ഇൻ ട്യൂബർക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻസ് സോ ഡീപ് സീറ്റഡ് ഇസ് ഇറ്റ്. അതായത് മൂക്കിൻ്റെ പ്രശ്നങ്ങൾ, വരണ്ട അവസ്ഥ, പൊറ്റ പിടിച്ചിരിക്കുന്ന അവസ്ഥ, പഴകിയ ഈ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, ഒരു ക്ഷയരോഗത്തിൻ്റെ സാധ്യതയുള്ള ആളുകൾ, ഇമ്പെൻഡിങ് തൈസിസ് എന്ന് പിന്നീട് പറയുന്നുണ്ട്, ക്ഷയരോഗത്തിൻ്റെ പാരമ്പര്യമുള്ള ആളുകൾ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാമെന്നുള്ളത് വളരെ വളരെ ഡീപ്പ് സീറ്റഡാണ്, വളരെ ആഴത്തിൽ ഉള്ളൊരു രോഗാവസ്ഥയാണത്, വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനാണത്. ഡിഫറെൻറ്റ് മയാസിംസ് കൂടിച്ചേർന്നിട്ടുണ്ടാകാം. അത്തരം അവസ്ഥകളിൽ മോസ്റ്റ് ഇൻവെർട്ടറേറ്റ് ക്രോണിക് കേസ് എന്ന് പറയുന്നുണ്ട്. അഗാരിക്കസ് എത്രമാത്രം ആഴത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഹാസ് ക്യൂർഡ് മെനി കേസ് ഓഫ് ഇൻസിപ്പിയൻ തൈസിസ്. ക്ഷയരോഗം വരും, ഭീഷണിയാണ്. ആ സാഹചര്യങ്ങളിൽ നിരവധി രോഗികളെ അഗാരിക്കസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ക്യൂയേഴ്സ് ഓൾഡ് കോവ്സ് ആൻഡ് കാറ്റാർസ്, റെഡ് നോസ് ആസ് ഇഫ് ഫ്രോസ്റ്റ് ബിറ്റൺ. വീണ്ടും വരുന്നു ഫ്രോസ്റ്റ് ബിറ്റൺ, ചുവന്ന മൂക്ക്, മഞ്ഞ് കടിച്ചാലുന്ന പോലെ. ഒന്നും കാണാനുള്ള സൗഭാഗ്യം നമ്മുടെ ഇവിടെ ഇല്ല, നമ്മുടെ ദക്ഷിണേന്ത്യയിലൊന്നും കാണില്ല. നിങ്ങൾ ചിത്രങ്ങൾ നോക്കിയത് മനസ്സിലാക്കണം. ഗൂഗിളിൽ നിന്നും മറ്റുമൊക്കെ ഈ ഫ്രോസ്റ്റ് ബിറ്റൻ്റെ ചിത്രങ്ങളെടുത്ത് കണ്ട് മനസ്സിലാക്കണത്. കാരണം ആസിഫ് എന്നാണ് പറയുന്നത്, ശരിക്കും മഞ്ഞ് കടിച്ചുണ്ടാകുന്നതല്ല, ആസിഫാണ്, അതുപോലെ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത്രയും കേസുകൾ വരാം. അപ്പോൾ ഫ്രോസ്റ്റ് ബിറ്റൻ എന്താണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവുള്ളത്. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ലെഡം ആൻഡ് ലാക്കസിസ് ഫോർ ദ റെഡ് ടിപ്പ് നോസ് ഇൻ ഓൾഡ് ഡ്രങ്കാർഡ്സ്. പഴയ കുടിയന്മാരിൽ, സ്ഥിരം കുടിയന്മാരിൽ മൂക്കിൻ്റെ അറ്റം ഇങ്ങനെ ചുവന്നിരിക്കുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ ലഡത്തോളം ലാക്കസിസോളം പോലെ ഇതും അഗാരിക്കസും ഉപകരിക്കും. From what we have already seen, we expect twitching of the muscles of the face and itching and redness and burning as if frostbitten, paralytic weakness, etc. because these are general features. And just as we expect, we see these things in the text. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും കണ്ടു ഇതേപോലെ ഒരു ഫ്രോസ്ബിറ്റൻ കണ്ടീഷൻ, വലിച്ചു കോച്ചലുകൾ, അനിയന്ത്രിതമായ ചലനങ്ങളൊക്കെ പലതും കണ്ടു. അപ്പം അതുകൊണ്ട് തന്നെ കണ്ണിലും മൂക്കിലും ഒക്കെ കണ്ട പോലെ, തലയിലൊക്കെ കണ്ട പോലെ തന്നെ മുഖത്തും നമുക്ക് പ്രവേശിക്കാം. അത് ശരിയാണ് താനും. പാരാലിറ്റിക് വീക്ക്നെസ്, പക്ഷാഘാതം വന്ന പോലെ, തളർവാദം വന്ന പോലെ തളർച്ച, ഇതെല്ലാം അഗാരിക്കസിൻ്റെ ജനറൽ ഫീച്ചേഴ്സാണ്, ഫിസിക്കൽ ജനറൽസാണ്. കോറിക് സ്പാസംസ്, കോറിയ അനിയന്ത്രിത ചലനങ്ങൾ, വലിച്ചു കോച്ചലാണ്, പക്ഷേ അതിനോട് അനുബന്ധമായി ഈ അനിയന്ത്രിതമായ ചലനം, ആട്ടമൊക്കെ ഉണ്ട്. എക്സ്പ്രഷൻ ആസ് ഓഫ് ഇഡിയോസി, ഒരു മൗഢ്യത്തിൻ്റെതായിട്ടുള്ള, ഒരു മൂഢയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം. നൗ നോട്ടീസ് ദിസ്, സം പേഷ്യൻസ് വെൻ ഗോയിങ് ഓൺ വിത്ത് ദെയർ ഓൺ യൂഷ്വൽ വൊക്കേഷൻ ആർ പ്രട്ടി സ്മാർട്ട്. ചില ആളുകൾ അവർക്ക് വൈദഗ്ധ്യമുള്ള ഒരു മേഖലയിൽ, അവരുടെ പ്രൊഫഷനിൽ ഒരു ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതൊന്നും മാറ്റിയാലോ, ഒരു വേറൊരു കാര്യത്തിലൊന്നും ഏർപ്പെട്ടാലോ അങ്ങേറ്റം ഇഡിയോട്ടിക്കായിരിക്കും, സ്റ്റുപ്പിഡായിരിക്കും. ബട്ട് ഇഫ് യു പുട്ട് some new idea before them, something not in the routine of their work, they are perfectly idiotic. അവർ ചെയ്ത് ശീലമില്ലാതൊരു കാര്യം അവർ ചെയ്യേണ്ടി വന്നാൽ, ചെയ്യാൻ നിർബന്ധിതരായാൽ, അവരോട് ചെയ്യാൻ പറഞ്ഞാൽ ആകെ മൗഢ്യത്തിലായി പോകും. സ്ഥിരം ചാലിലൂടെ ഓടാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. ദിസ് ഇസ് എസ്പെഷ്യലി നോട്ടീസബിൾ ഇൻ ദ മോർണിംഗ്. പ്രഭാതത്തിലാണ് ഇത് കൂടുതലും കാണുന്നത്. ഹി ക്യാൻ ടേക്ക് ഇൻ എനിത്തിങ് ന്യൂ ഇൻ ദ മോർണിംഗ്. പ്രഭാതത്തിൽ അവരെ കൊണ്ട് പുതിയ ഒരു കാര്യം ചെയ്യിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന പ്രശ്നമില്ല. ബട്ട് ഹീസ് ഏബിൾ ടു ടേക്ക് ഇൻ ന്യൂ ഐഡിയാസ് ആൻഡ് ഈസ് ബ്രൈറ്റ് ഇൻ ദ ഈവനിങ്. സായനമാകുമ്പോൾ അതൊക്കെ അതിനുള്ള കഴിവൊക്കെ വരും. ലൈക്ക് ദ എഫക്ട് പ്രൊഡ്യൂസ് ബൈ ടീ ആൻഡ് കോഫി ആൻഡ് ആൽക്കഹോളിക് ബീവറേജസ്. എങ്ങനെയാണ്? ഒരു ചായ കുടിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടും, കാപ്പിയോ ലഹരി പദാർത്ഥം കുടിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടി, അതിനുമ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യും. ഞാൻ മദ്യപാന കമ്പനികൾ ധാരാളം ഇരുന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പാട്ട് പാടാത്തവർ മദ്യം കഴിച്ച് പാടും, അധികം സംസാരിക്കാത്തവർ സംസാരിക്കും, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും, കുറ്റകൃത്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ലഹരിയുടെ സ്വാധീനത്തിൽ
സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ലഹരിയിൽ ചെയ്യുന്നത് പോലെ അഗാരിക്കസിൽ സംഭവിക്കും. അവിടെ ലഹരിയല്ല സംഭവം, സമയമാണ്, ടൈം മൊഡാലിറ്റിയാണ്. രാവിലെ പറ്റില്ല, വൈകുന്നേരം പറ്റും. ദിസ് റെമഡി ഈസ് എ ഗ്രേറ്റ് ആൻറ്റിഡോട്ട് ടു ആൽക്കഹോളിക് ബിവറേജസ്. ആൽക്കഹോളിൻ്റെ സ്ഥിരം ഉപയോഗം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു നിർവീര്യകാരിയാണ് അഗാരിക്കസ്. നമ്മൾ നേരത്തെ പല ഔഷധങ്ങൾ കണ്ടിട്ടുണ്ട്. ഇൻ ദിസ് റെമഡി ആൻഡ് ഇൻ സിംഗം ദ സ്പൈൻ ഈസ് എഫക്റ്റഡ് ആൻഡ് ബോത്ത് ഓഫ് ദീസ് ഹാവ് അഗ്രവേഷൻ ഫ്രം സ്റ്റിമുലൻസ്. സിംഗവും അഗാരിക്കസും രണ്ടും സ്പൈൻ, നട്ടെല്ല് പ്രശ്നത്തിലാണ് രണ്ട് ഔഷധത്തിൻ്റെ കാര്യത്തിലും. മാത്രമല്ല സ്റ്റിമുലൻസ്, ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് രണ്ടിനും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത്രമാത്രം ശ്രദ്ധേയമായ, വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഔഷധമാണ് അഗാരിക്കസ്. നമുക്ക് മനസ്സിലായി. ഇതേപോലുള്ള തുടർന്നുള്ള ലക്ഷണങ്ങൾ ഇനിയും വരുന്നുണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.